ഐസണ്ണി, ഈ 2500-ലേറെ കൊടും ക്രിമിനലുകളായ ആളുകൾ ഈ രാജ്യതലസ്ഥാനത്ത് ഈ കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിൽ വന്നു ചേർന്നു എന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായൊരു ആസൂത്രണം നടന്നിട്ടില്ലേ? കാരണം കോൺഗ്രസ് ഈ മെയ് മാസത്തിലെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നം തുടങ്ങുമ്പോൾ കോൺഗ്രസ് ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. CJP ഒരു സുപ്രഭാതത്തിൽ അവിടെ സമരം ആരംഭിക്കുകയാണ്. ആ സമരപന്തലിന് നേർക്ക് രാഹുലോ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കളോ ചെന്നതായി നമുക്കറിയില്ല. അപ്പോൾ വളരെ കൃത്യമായി പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിന്റെ ആ ദിവസം, അതിന്റെ തലേ ദിവസം മുതൽ എല്ലാ രാജ്യവിരുദ്ധരും ഒരുമിച്ച് ഈ സമരപന്തൽ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അത് വെറുതെ ഉണ്ടായതല്ല, അത് രാജ്യത്തിനെതിരായ ഒരു യുദ്ധപ്രഖ്യാപനത്തിനുള്ള കോപ്പുകൂട്ടലായിരുന്നു അവിടെ നടന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന കൊടും ക്രിമിനലുകൾക്കെതിരെ നടപടിയെടുക്കാതെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? നീലിമ, ഈ കൊടും ക്രിമിനലുകൾ അവിടെ എത്തി, ഡൽഹിയിലെത്തി എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഗുരുതരമായ പല വീഴ്ചകളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കാരണം ഞാനതിലെ ഡൽഹി പോലീസിന് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം 2500 ക്രിമിനലുകൾ അവിടെ തമ്പടിച്ചു എന്നുണ്ടെങ്കിൽ ഡൽഹി പോലീസിൻ്റെ ഇൻ്റലിജൻസിൽ വന്നൊരു വീഴ്ചയാണത്. ഫേസ് ഡിറ്റക്ഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി അതൊക്കെ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഓരോ മുഖങ്ങൾ കൃത്യമായി പരിശോധിക്കാനും ആ പരിശോധിച്ച മുഖങ്ങൾ ക്രൈം റെക്കോർഡ്സിലുണ്ടെങ്കിൽ അതിനെ തുലനം ചെയ്താൽ കൃത്യമായി വിവരങ്ങൾ കിട്ടും. അത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്ര വലിയൊരു അക്രമാസക്തമായ ഒരു ജനക്കൂട്ടം നിൽക്കുമ്പോൾ അവിടെ പോലീസിന് എന്ത് ചെയ്യാൻ കഴിയും? ഇവരെ ആരെയെങ്കിലും ഒരാളെ അല്ലെങ്കിൽ ഒരു 4-5 പേരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുമായിരുന്ന ക്രമസമാധാന പ്രശ്നം എത്രയോ ഭീകരമാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, ഈ പോലീസുകാരെയൊക്കെ ജനക്കൂട്ടത്തിന് നടുവിലിട്ട് ഓടിച്ചു പിടിച്ച് മർദ്ദിക്കുന്ന ആ ഒരു വയലന്റ് മോബിനെയാണ് നമ്മൾ ജന്തർ മന്ദറിൽ കണ്ടത്. എന്തിന്? കാറിനകത്ത്, പോലീസ് ജീപ്പിനകത്ത് ഇരിക്കുകയായിരുന്ന ഗർഭിണിയായ ഒരു വനിതാ കോൺസ്റ്റബിളിന്റെ വയറിന് നേർക്ക് കല്ലെറിയുകയും അവർക്ക് അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് അവർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഈ 10,000-ഓളം വരുന്ന ജനക്കൂട്ടം ഓടിച്ചിട്ട് മാരകമായി മുറിവേൽപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലേ? അപ്പോൾ അവിടെ പോലീസിന്റെ ഒരു വീഴ്ച 100% അത് പോലീസിന്റെ വീഴ്ച തന്നെയാണ്. ആ കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് പറയുന്നത്. കാരണം കൊടും ക്രിമിനലുകൾ 2500 പേർ ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയിൽ, അതായത് വളരെ ഇമ്പോർട്ടൻറ്റ് സൻസദ് മാർഗിലൊക്കെയായി വന്നിരിക്കുന്നത്, ഇവരിവിടെ വന്നു എന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഡൽഹി പോലീസിന് സാധിച്ചില്ല എങ്കിൽ, ഫേസ് ഡിറ്റക്ഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ അവർ എങ്ങനെ പുറത്തിറങ്ങി എന്ന് ആദ്യം തന്നെ അന്വേഷിക്കണം. അവരെങ്ങനെയാണ് പുറത്തു വന്നത്? ജാമ്യത്തിൽ അവർ പുറത്തു വന്നിട്ടുണ്ടാവാം. ഇത്തരത്തിൽ ഇൻ്റലിജൻസ് വിവരം, അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ ആ കാര്യം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് എന്നാണ് ഞാൻ പരാമർശിക്കുന്നത്. അല്ലാതെ ഡൽഹി പോലീസ് ഇതിന് കൂട്ടുനിന്നു എന്നല്ല. ഡൽഹി പോലീസിന് ഇക്കാര്യത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഡൽഹി പോലീസിന് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് മറുപടി പറയട്ടെ, പറയാതിരിക്കാൻ സാധിക്കില്ല. അക്കൗണ്ടബിൾ ആണ്, നിയമത്തിന് മുന്നിൽ കണക്ക് പറയേണ്ടി വരും. അതല്ലെങ്കിൽ അത് ശരിയാവില്ല. പക്ഷേ ഈ കൊടും ക്രിമിനലുകളെ കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു ഭീകരമായ സ്വഭാവം സൃഷ്ടിക്കുന്ന, ഞാൻ ഈ 2500 അവിടെ വന്നില്ല എന്നോ അവരവിടെ എത്തി എന്നുള്ളതൊരു വസ്തുതയല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് ഉണ്ടായിട്ടുണ്ടാകാം. കാരണം അത്തരം ചില കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. ഈ ക്രിമിനൽ സ്വഭാവമുള്ളവർ അവിടെ എത്തിയതായി ചില പെരുമാറ്റങ്ങളിൽ അങ്ങനെ കാണാനുണ്ട്. പക്ഷേ എനിക്ക് ഇതിനേക്കാൾ കുറച്ച് ഗൗരവമേറിയൊരു വിഷയമായി തോന്നിയത് ഈ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ആന്തരികമായൊരു നവീകരണത്തിൻ്റെ പരിമിതിയാണ്. കൃത്യമായി പറഞ്ഞാൽ, ഞാൻ ഇത് സംസാരിച്ചപ്പോൾ ഒരു വിദഗ്ധനായൊരു വളരെ മുതിർന്നൊരു സീനിയർ ജേർണലിസ്റ്റ് എന്നോട് പറഞ്ഞത്, ആശയങ്ങൾ വായ്പ വാങ്ങുന്ന കോൺഗ്രസ് എന്നാണ്. ആശയങ്ങൾ വായ്പ വാങ്ങുന്ന കോൺഗ്രസ്. ഈ പാറ്റ പാർട്ടി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായത് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഒരു പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് ഉണ്ടായതാണ്. അതിനൊരു വലിയ പബ്ലിസിറ്റി കിട്ടി, അതിൻ്റെ ഒരു രാഷ്ട്രീയ സാധ്യത കണ്ടെത്തി, അത് മുതലെടുത്തു. അത് വസ്തുതയാണ്. അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ ആശയങ്ങൾ വായ്പ വാങ്ങുന്ന പാർട്ടികളായി CPM എന്തിനു പിന്നാലെ പോയി? ആശയങ്ങൾ വായ്പ വാങ്ങേണ്ട ഒരവസ്ഥ CPM-ന്റെ നിലവിലെ സംവിധാനങ്ങളിലുണ്ട് എന്ന് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ സ്ഥിരമായ സമ്മേളനങ്ങളും ചർച്ചകളും അവർക്ക് തനതായി തന്നെ ഡൽഹിയിൽ അത്തരത്തിലൊരു പ്രതിഷേധം നടത്താനുള്ള സംഘടനാ ശേഷി ഡൽഹിയിലുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ, ഈ സർവകലാശാലകളിലൊക്കെ
ഉള്ള SFI പ്രവർത്തകരുണ്ട്. ഇവരൊന്നും ഈ സമരരംഗത്തേക്ക് വന്നില്ലല്ലോ. അല്ല, സമരരംഗത്തേക്ക് അതാണ് വന്നില്ല എന്ന് അതാണ് പറയാൻ ഐസൻ സാധിക്കില്ല. ചൂണ്ടിക്കാണിച്ച ഈ ആന്തരികമായ പ്രശ്നം എന്ന് പറയുന്നത് പാർട്ടികളുടെ. ഇപ്പൊ വന്നല്ലോ, ഇപ്പൊ സമരരംഗത്തേക്ക് വന്നു. ഈ ആന്തരികമായ വിഷയം എന്ന് പറയുന്നത് ആന്തരിക ആശയ നവീകരണത്തിന്റെ ഒരു ഇല്ലായ്മ, ഒരു ദാരിദ്ര്യം, ആന്തരിക ആശയ നവീകരണ ദാരിദ്ര്യം ഈ പാർട്ടികൾ നേരിടുന്നു എന്ന ദാർശനികമായ ഒരു വിഷയം നേരിടുന്നുണ്ട്. അതാണ് ഇത്തരത്തിലുള്ള പാറ്റ പാർട്ടി. ഇപ്പോൾ ഈ കുട്ടികളൊക്കെ കിടന്ന് അവിടെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. നിയന്ത്രിക്കാൻ പറ്റുമോ? നമ്മളെല്ലാവരും സ്കൂളിലും കോളേജിലും അല്ലാതെയും ഒക്കെയായി പല തരത്തിലും പല രാഷ്ട്രീയ ഇടപെടലുകളും നടത്തേണ്ടി വന്നവരാണ്. നിയന്ത്രിക്കാൻ പറ്റും. ഒരു പ്രക്ഷോഭം ഉണ്ടായാൽ നിയന്ത്രിക്കാൻ സാധിക്കും. മുന്നിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. തല്ലിപ്പൊളിക്കരുത്, സർക്കാർ വാഹനങ്ങൾ തല്ലിപ്പൊളിക്കരുത്, ബാരിക്കേഡ് മറിച്ചിടരുത് എന്ന് പറയാൻ ഒരാൾ, സമരത്തെ നിയന്ത്രിക്കുന്ന ഒരാളോ രണ്ടാളോ ഉണ്ടാവും. പക്ഷേ അത്തരത്തിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ജനക്കൂട്ടമല്ലാതെ ഇത് മാറി. ആ മാറിയ ജനക്കൂട്ടത്തിൻ്റെ ആശയം വായ്പ വാങ്ങേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. ഇതാണ് ഗൗരവമേറിയ ഒരു വിഷയമായി എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ അത് കഴിഞ്ഞു, ഇതൊരു ഇൻസിഡൻറ്റ് മാത്രമാണ്. ദാറ്റ് ഹാസ് ടു ബി, അത് അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. അത് അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വശങ്ങളിലൂടെ അത് കഴിഞ്ഞ് പോട്ടെ. പക്ഷേ ഈ വിഷയം ഉണ്ടാകുമ്പോൾ, ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആശയദാരിദ്ര്യം പാർട്ടികളെ ബാധിച്ചിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികളെ ആശയദാരിദ്ര്യം ബാധിച്ചിരിക്കുന്നു. ആശയദാരിദ്ര്യം ബാധിച്ചത് ജനവിരുദ്ധമായി യുവാക്കളെ പാർട്ടിയിൽ നിന്ന് അകറ്റുന്നു, എല്ലാവരെയും പാർട്ടികളിൽ നിന്ന് അകറ്റുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ടാകുന്നു. ഇത് ആത്യന്തികമായി പഠിക്കുകയും നവീകരിക്കുകയും ചെയ്യേണ്ടത്, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു പാഠമായി തന്നെ കാണണമെന്നാണ് ഞാൻ പറയുക. ഒരു പാഠം. അത് ആം ആദ്മി പാർട്ടിയുടെ കാലത്ത് പോലും അത്തരത്തിൽ ചില വിമർശനങ്ങൾ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഉയർന്നു വന്നതാണ്. ഞാൻ ആദ്യഘട്ടത്തിൽ ഡൽഹിയിൽ ചെന്നപ്പോൾ ആം ആദ്മി പാർട്ടി ഭരണത്തിലെത്തിയ സമയമാണ്. ആദ്യം ഭരണത്തിലെത്താൻ പറ്റാതെ, വളരെ നേരിയ ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റാതെ വീണുപോയ പാർട്ടി പിന്നീട് വളരെ വിദഗ്ധമായി അതിനെ കൈകാര്യം ചെയ്തത് അവിടെയുള്ള ഗലികളിലൊക്കെയുള്ള അത്തരത്തിൽ ചില സ്വാധീനിക്കുന്ന, ഏത് രീതിയിലാണെന്ന് നമുക്കറിയാമല്ലോ, അത്തരത്തിൽ സ്വാധീനിക്കുന്നവരുമായി കോംപ്രമൈസ് ചെയ്ത് അവിടെ നിന്നൊരു വോട്ട് കൺസോൾട്ടേഷൻ നടത്തി ആണ് ഈ പാർട്ടി ജയിച്ചു വന്നത്. അപ്പോൾ ഈ ആൾക്കൂട്ടത്തെ കൂട്ടിക്കൊണ്ട് ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ആശയപരമായ നേരിടലുകളല്ല, ആശയങ്ങളാണ് നേരിടേണ്ടത്, ആശയങ്ങളാണ് സംഘർഷത്തിൽ ഏർപ്പെടേണ്ടത്, ആശയങ്ങളാണ് നവീകരിക്കപ്പെടേണ്ടത്. ആൾക്കൂട്ടം വന്ന് ബഹളം വയ്ക്കലല്ല. ആ ഒരു വസ്തുതയിലേക്ക് പാർട്ടികൾ എത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത്.